പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 റിമൂവിങ് ബ്രാക്കറ്റ്സ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഒരു ചാപ്റ്ററിൻ്റെ പാതി വെച്ച് കാണാൻ തുടങ്ങിയാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ഓരോ വീഡിയോസും ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ലാമോ ആൻഡ് നോർബു വെൻ ടു എ ഹോട്ടൽ. ഈച്ച് ഓഫ് ദം ഓർഡേർഡ് എ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആൻഡ് രസഗുള. ലാമോയും നോർബുവും ഒരു ഹോട്ടലിൽ പോയിട്ട് രണ്ടുപേരും വെജിറ്റബിൾ കട്ട്ലേറ്റും രസഗുളയും ഓർഡർ ചെയ്തു. എ വെജിറ്റബിൾ കട്ട്ലേറ്റ് കോസ്റ്റ് 43. വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 43 റുപ്പീസ് ആയിരുന്നു. ആൻഡ് രസഗുള കോസ്റ്റ് ₹24. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി എമൗണ്ട് ദേ വിൽ ഹാവ് ടു പേ. അപ്പോൾ രണ്ടുപേരും കട്ട്ലേറ്റും വാങ്ങിച്ചു, രസഗുളയും വാങ്ങിച്ചു. അപ്പോൾ അവർ പേ ചെയ്യേണ്ട എമൗണ്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാൽ ഈച്ച് ഓഫ് ദം ഹാഡ് 1 വെജിറ്റബിൾ കട്ട്ലേറ്റ് ആൻഡ് 1 രസഗുള. ഈച്ച് ഓഫ് ദർ ഷെയർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ 43 + 24. അപ്പോൾ രണ്ടുപേരും ഓരോ വെജിറ്റബിൾ കട്ട്ലേറ്റും ഓരോ രസഗുളയുമാണ് വാങ്ങിച്ചത്. രണ്ടുപേരും ഓരോന്ന് വാങ്ങിച്ചു. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും ഷെയർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പോൾ ലാമോ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റും ഒരു രസഗുളയും വാങ്ങിച്ചെങ്കിൽ അവൻ്റെ ഷെയർ എത്രയായിരിക്കും? 43 + 24 ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഷെയറിനെ നമുക്ക് 43 + 24 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വാട്ട് അബൌട്ട് ദ ടോട്ടൽ എമൗണ്ട് ദേ ഹാവ് ടു പേ? അപ്പോൾ ഒരാളുടെ ഷെയറാണ് 43 + 24. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പേ ചെയ്യേണ്ട എമൗണ്ട് എന്തായിരിക്കും? 2 × 43 + 24. ഇങ്ങനെ നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഇതിനെ നമുക്ക് ടേംസിൽ എങ്ങനെ എഴുതാം? സം ഓഫ് ടേംസിൽ എങ്ങനെ എഴുതാം? 2 × 43 ഒരു ടേമാണ്, 24 അടുത്ത ടേമാണ്. ടേംസിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം അല്ലേ? ഈ എക്സ്പ്രഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? 24 മോർ ദാൻ 2 × 43 എന്നാണ് ഈ എക്സ്പ്രഷൻ മീൻ ചെയ്യുന്നത് അല്ലേ? 2 × 43യുടെ 24 മോറാണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ. നമുക്കിങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ഒരാളുടെ ഷെയർ എന്ന് പറയുന്നത് 43 + 24 ആണ്. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. 2 പേരും ഇത്രയും വെച്ച് പേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2 × 43 + 24. ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. 2 പേരും 43 + 24 വെച്ച് പേ ചെയ്യണം അല്ലേ? ബട്ട് വി വാണ്ട് ആൻ എക്സ്പ്രഷൻ വിച്ച് മീൻസ് ട്വൈസ് ഓർ ഡബിൾ ഓഫ് 43 + 24. ട്വൈസ് ഓർ ഡബിൾ ഓഫ് 43 + 24. ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് യൂസ് ചെയ്യും. അപ്പോൾ രണ്ടുപേരും 43 + 24 കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ 43 + 24ന് ബ്രാക്കറ്റ് കൊടുക്കുന്നു, അതിൻ്റെ ഡബിൾ. അപ്പോൾ 2 × 43 + 24. ഇതാ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് നോക്കിയേ. വെജിറ്റബിൾ കട്ട്ലേറ്റും രസഗുളയും രണ്ടുപേരും 43 + 24 കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? 2 × 43 + 24. ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് ടുഗദർ ദേ ഹാവ് ടു പേ 2 × 43 + 24. ദിസ് ഈസ് ഓൾസോ ദ സെയിം ആസ് പേയിങ് ഫോർ 2 വെജിറ്റബിൾ കട്ട്ലേറ്റ് ആൻഡ് 2 രസഗുള. ഇതെന്തിന് ഈക്വലാണ്? രണ്ടുപേരും വെജിറ്റബിൾ കട്ട്ലേറ്റ് കഴിച്ചു. അപ്പോൾ 2 × 43 2 വെജിറ്റബിൾ കട്ട്ലേറ്റ് വാങ്ങിച്ചു. അതേപോലെ 2 രസഗുളയും വാങ്ങിച്ചു. അപ്പോൾ 2 × 43 + 2 × 24 ഈക്വലാണ് എന്ത്? 2 × 43 + 24 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെയും രസഗുളയുടെയും കൂടെ ആഡ് ചെയ്തിട്ട് 2 പേരായിരുന്നു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് ഈക്വലാണ് എന്ത്? 2 വെജിറ്റബിൾ കട്ട്ലേറ്റ് വാങ്ങിച്ചു. സോ 2 × 43. 2 രസഗുള വാങ്ങിച്ചു, അതുകൊണ്ട് 2 × 24. എന്നിട്ട് രണ്ടും കൂടെ
ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 ഇൻറ്റു 43 പ്ലസ് 24 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 43 പ്ലസ് 2 ഇൻറ്റു 24. ഇതൊക്കെ ഇഫ് അനദർ ഫ്രണ്ട് Sangmu joins them and order the same item, what will be the expression for the total amount to be paid? അപ്പോൾ ഇവിടെ 2 പേരായിരുന്നു, ഇനി അടുത്തത് ഒരാളും കൂടെ വന്നു. അപ്പോൾ എത്ര പേരായി? 3 പേരായി. അപ്പോൾ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2ന് പകരം 3 ആവും. 3 പേരും എന്തൊക്കെ വാങ്ങിച്ചു? വെജിറ്റബിൾ കട്ട്ലേറ്റും രസഗുളയും വാങ്ങിച്ചു. ഇത് എന്തിന് ഈക്വലാണ്? 3 വെജിറ്റബിൾ കട്ട്ലേറ്റും 3 രസഗുളയും വാങ്ങിച്ചതിന് ഈക്വലാണ്. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 43 പ്ലസ് 24 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 43 പ്ലസ് 3 ഇൻറ്റു 24 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത്, ഇൻ എ റിപ്പബ്ലിക് ഡേ പരേഡ് there are boy scouts and girls guides marching together. The scout march in 4 rows with 5 scouts in each row. ഇപ്പോൾ റിപ്പബ്ലിക് പരേഡിൽ ബോയ്സ് സ്കൗട്ടും ഗേൾസ് ഗൈഡും ടുഗദറായിട്ട് മാർച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നോക്കിയേ, സ്കൗട്ട് മാർച്ചിൽ 4 റോസ് ഉണ്ട്, 5 സ്കൗട്ട് വെച്ചിട്ടുണ്ട്. അതായത് 4 റോ ഉണ്ട്, ഓരോ റോയിലും 5 സ്കൗട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. 1 2 3 4 റോസ് ഉണ്ട്, ഓരോ റോയിലും 1 2 3 4 5 സ്കൗട്ട് വെച്ചിട്ടുണ്ട്. ദ ഗൈഡ്സ് മാർച്ച് ഇൻ 3 rows വിത്ത് 5 ഗൈഡ്സ് ഇൻ ഈച്ച് റോ. അപ്പോൾ ഗൈഡ്സ് 1 2 3 റോയേ ഉള്ളായിരുന്നു, ഓരോ റോയിലും 5 ഗൈഡ്സ് വെച്ചിട്ട് മാർച്ച് ചെയ്യുന്നുണ്ട്. ഹൗ മെനി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആർ മാർച്ചിങ് ഇൻ ദിസ് പരേഡ്? എത്ര സ്കൗട്ട്സും ഗൈഡ്സും ഈ പരേഡിൽ മാർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയാൽ നമ്പർ ഓഫ് ബോയ്സ് സ്കൗട്ട് മാർച്ചിങ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ടോട്ടൽ 4 റോയായിരുന്നു, ഓരോ റോയിലും 5 സ്കൗട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതാം? 4 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി നമ്പർ ഓഫ് ഗേൾസ് ഗൈഡ്സ് മാർച്ചിങ് ഈസ് എന്തെഴുതാം? 3 റോയായിരുന്നു, ഓരോ റോയിലും 5 ഗൈഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്കൈഡ്സ് ആൻഡ് ഗൈഡ്സ് വിൽ ബി എത്രയായിരിക്കും? 4 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്കിതിനെ വേറൊരു മെത്തേഡിൽ നമുക്ക് എഴുതാം. ഇവിടെ നോക്കിയേ, റോ മൊത്തം എത്രയാണുള്ളത്? സ്കൗട്ടിൻ്റെത് 4 ഉണ്ട്, ഗൈഡ്സിൻ്റെത് 3 ഉണ്ട്. അപ്പം റോ ഫുള്ള് 4 പ്ലസ് 3 ആണുള്ളത്. ഇനി രണ്ടിലും, സ്കൗട്ടിൻ്റെതിലും ഗൈഡിൻ്റെതിലും എത്ര വെച്ചുണ്ട് സ്റ്റുഡൻസ്? 5 വെച്ചുണ്ട്. രണ്ടിലും സെയിം ആണ്. അപ്പോൾ രണ്ടിലും 5 വെച്ചുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റോ 4 പ്ലസ് 3 ഇൻറ്റു 5. അപ്പോൾ ഇത് എന്തിന് ഈക്വലായി? നമ്മൾ ആദ്യം 4 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5 എന്ന് എഴുതി. അതിന് ഈക്വലാണെന്ത്? 4 പ്ലസ് 3 ഇൻറ്റു 5 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ 2 മെത്തേഡിൽ എഴുതിയാലും ഈക്വൽ ആയിരിക്കും. ഇനി നോക്കിയാൽ കമ്പ്യൂട്ടിങ് ദീസ് എക്സ്പ്രഷൻ വി ഗെറ്റ്. അപ്പോൾ ആദ്യത്തിൽ ടേംസ് എന്തൊക്കെയാണ്? 4 ഇൻറ്റു 5 ഒരു ടേമാണ്, 3 ഇൻറ്റു 5 അടുത്ത ടേമാണ്. 4 ഇൻറ്റു 5 ചെയ്തപ്പോൾ 20 കിട്ടി, 5 ഇൻറ്റു 3 ചെയ്തപ്പോൾ 15 കിട്ടി, ലാസ്റ്റ് ആൻസർ നമുക്ക് 35 എന്ന് കിട്ടി. ഇനി അടുത്തത് ചെയ്ത് നോക്കിയാലോ? 4 പ്ലസ് 3 ഇൻറ്റു 5, അതാണ് നമ്മുടെ അടുത്ത പാർട്ട് അല്ലേ? അതായത് 4 പ്ലസ് 3 ഇൻറ്റു 5. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ബ്രാക്കറ്റിനുള്ളിലത് ചെയ്യും. അപ്പോൾ 4 പ്ലസ് 3 ഈസ് 7. 7 ഇൻറ്റു 5. 7 ഇൻറ്റു 5 35. കണ്ടോ? 2 മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഈക്വലായിട്ട് തന്നെ കിട്ടും. അതായത് 4 പ്ലസ് 3 ഇൻറ്റു 5 ചെയ്താലും 4 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5 ചെയ്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ വേറെ ഒരെണ്ണം ചെയ്തായിരുന്നു. അതിലെന്തായിരുന്നു വന്നത്? 2 ഇൻറ്റു 43 പ്ലസ് 24 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 43 പ്ലസ് 2 ഇൻറ്റു 24. രണ്ടും എക്സാമ്പിളിലൂടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി മനസ്സിലായല്ലോ.
ഇനി അടുത്തത് നോക്കിയേ, 5 ഇൻറ്റു 4+3 നോട്ട് ഈക്വൽ ടു 5 ഇൻറ്റു 4+3. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. ആ ബ്രാക്കറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആകും. അപ്പോൾ 5 ഇൻറ്റു 4+3 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3 മോർ ദാൻ 5 ഇൻറ്റു 4 അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? 5 ഇൻറ്റു 4+3 എന്ന് വെച്ചാൽ 3 മോർ ദാൻ 5 ഇൻറ്റു 4. പ്ലസ് വന്നാൽ മോർ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. 3 മോർ ദാൻ 5 ഇൻറ്റു 4 എന്നാണ്. ഇനി അടുത്തതിൻ്റെ മീനിങ് എന്താണ്? 5 ഇൻറ്റു 4+3. 4+3 ബ്രാക്കറ്റിലാണല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? 5 ടൈംസ് 4+3. അതായത് 4+3 5 ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ആദ്യത്തേൻ്റെ അർത്ഥം 3 മോർ ദാൻ 5 ഇൻറ്റു 4. രണ്ടും ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 ആൻസർ ആയിരിക്കും കിട്ടുക. ആദ്യത്തെ ചെയ്താൽ എന്ത് കിട്ടും? 5 ഇൻറ്റു 4 20, 20 + 3 23 എന്ന് കിട്ടും ആദ്യത്തതിന്. രണ്ടാമത്തേന് എന്ത് കിട്ടും? 5 ഇൻറ്റു 4+3. ഇത് 5 ടൈംസ് 4+3. അപ്പോൾ 5 ഇൻറ്റു 4+3 is 7. ദാറ്റ് ഈസ് 35. കണ്ടോ, രണ്ടിൻ്റെയും വാല്യൂ സെയിം അല്ലേ. അതുകൊണ്ട് എന്താണ്? 5 ഇൻറ്റു 4+3 നോട്ട് ഈക്വൽ ടു 5 ഇൻറ്റു 4+3. ഇനി അടുത്തത് ഈസ് 5 ഇൻറ്റു 4+3 ഈസ് ഇക്വൽ ടു 5 ഇൻറ്റു 3+4 ഈസ് ഇക്വൽ ടു 3+4 ഇൻറ്റു 5. ഇത് മൂന്നും ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ മീനിങ് എന്താ? 5 ടൈംസ് 4+3 എന്നാണ് ആദ്യത്തെ മീനിങ് ആണല്ലോ. 5 ടൈംസ് 4+3. അടുത്ത എന്താണ്? 5 ടൈംസ് 3+4. അടുത്ത എന്താണ്? 5 ടൈംസ് 3+4. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. എല്ലായിടത്തും 4+3 ആണ് ബ്രാക്കറ്റിൽ. 4+3 എന്ന് എഴുതിയാലും 3+4 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല. 4+3 7 ആണ്, 3+4ഉം 7 ആണ്. അപ്പോൾ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും മീനിങ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 5 ഇൻറ്റു 4+3 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3+4 ഈസ് ഈക്വൽ ടു 3+4 ഇൻറ്റു 5 അല്ലേ. മൂന്നും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. Okay, the observations that we have made in the previous 2 examples can be seen in a general ways as follows. Okay, consider 10 into 98 plus 3 into 98. This means taking the sum of 10 times 98 and 3 times 98. അപ്പോൾ 10 into 98 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 10 times 98. 3 into 98 എന്ന് വെച്ചാൽ 3 times 98. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ 10 times 98 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 98 10 പ്രാവശ്യം എഴുതുക. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. 98 പ്ലസ് 98 പ്ലസ് 98 പ്ലസ് ഇങ്ങനെ 10 പ്രാവശ്യം ഇവിടെ 98 എഴുതിയിട്ടുണ്ട്. അടുത്തത് 3 into 98 എന്ന് വെച്ചാൽ 98നെ 3 പ്രാവശ്യം എഴുതുക. അതാണിത് ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടോ, 98നെ 10 ടൈംസ് എഴുതിയിട്ടുണ്ട്, 98നെ 3 ടൈംസ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? 10 + 3 മൊത്തം 13 ടൈംസ് എന്തുണ്ട്? 98 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം ഇതിനെ? 10 + 3 ഇൻറ്റു 98 എന്നെഴുതാം. അപ്പോൾ നമുക്ക് 10 ഇൻറ്റു 98 പ്ലസ് 3 ഇൻറ്റു 98നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 ഇൻറ്റു 98 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് വേറൊരു മെത്തേഡിലും നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക്, അതാണ് താഴെ എഴുതിയിട്ടുള്ളത്, 10 + 3 ഇൻറ്റു 98. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു സൈൻ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു സൈൻ ഇല്ലാതെയും ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് എന്തെഴുതാം? 98 എഴുതാം. ഇങ്ങനെ എഴുതിയ അതിൻ്റെ അർത്ഥം 98 ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണെന്നാണ് കേട്ടോ. അപ്പോൾ 90 ഇൻറ്റു സൈൻ കണ്ടില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. നമുക്ക് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഇൻറ്റു ഇടാതെയും എന്തെഴുതാം? 98 നമുക്ക് എഴുതാം. അപ്പോൾ 10 + 3 ഇൻറ്റു 98 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 98 പ്ലസ് 3 ഇൻറ്റു 98 ഇങ്ങനെയും എഴുതാം. ഇനി നമുക്ക് നോക്കിയാൽ സ്വാപ്പിംഗ് ദ നമ്പേഴ്സ് ഇൻ ദ പ്രൊഡക്റ്റ്
above, this property can be seen in the following form. അപ്പോൾ ഇവിടെ ഇതേ സെയിം മെത്തേഡിൽ തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഇതിനെ നമുക്ക് പ്രൊഡക്റ്റിലെ ടേംസിനെ നമുക്ക് എന്ത് ചെയ്തെഴുതാം, സ്വാപ്പ് ചെയ്തെഴുതാം. ഇവിടെ 10 × 98 ആയിരുന്നു, അതിനെ നമ്മൾ 98 × 10 എന്ന് എഴുതുന്നു. ഇനി അടുത്തത് ഇവിടെ 3 × 98 ആണ്, അതിനെ നമ്മൾ 98 × 3 എന്ന് എഴുതുന്നു. ഇവിടെ ഒരു ചെറിയ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, 98 × 3 എന്ന് എഴുതുന്നു. ഇവിടെ 10 + 3 × 98 ആയിരുന്നു, അതിനെ നമ്മൾ 98 × 10 + 3. കണ്ടോ, ഇവിടെ ഇൻറ്റു സൈൻ ഇട്ടില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 98 × 10 + 3 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വേണമെങ്കിലും എഴുതാം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കിടക്കുന്നതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എഴുതാം. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ ഇടത്ത് കൈയുടെ സൈഡിൽ വരുന്നതിനെയാണ് LHS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 98 × 10 + 3 = 98 × 10 + 98 × 3. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അതായത് വാല്യൂവിനൊന്നും ചേഞ്ച് വരാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ടേമുകളെ തിരിച്ചും മറിച്ചും എഴുതാം. അപ്പോൾ നമുക്കറിയാം 3 × 4 എഴുതിയാലും 4 × 3 എഴുതിയാലും വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല, 12 തന്നെയാണ് നമുക്ക് കിട്ടുക. അതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ടേമുകളെ എന്ത് ചെയ്തെഴുതാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. അതിന് നമ്മളൊരു പ്രോപ്പർട്ടിയുടെ പേര് പഠിച്ചായിരുന്നു, എന്തായിരുന്നു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇങ്ങനെ തിരിച്ചും മറിച്ചും എഴുതാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വാല്യൂസിന് എന്ത് വരാൻ പാടില്ല, ചേഞ്ച് വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, നോക്കിയേ, സിമിലർലി ലെറ്റ് us കൺസിഡർ ദി എക്സ്പ്രഷൻ. ഇവിടെ നോക്കിയേ, 14 × 10 - 6 × 10. ഇതിൻ്റെ അർത്ഥം എന്താണ്? 14 × 10 എന്ന് വെച്ചാൽ 14 × 10, അതായത് 10നെ 14 പ്രാവശ്യം എഴുതുക. 6 × 10 എന്ന് വെച്ചാലോ 10നെ 6 പ്രാവശ്യം എഴുതുക. അപ്പോൾ 14 × 10 - 6 × 10 എന്ന് വെച്ചാൽ 6 × 10നെ 14 × 10ൽ നിന്ന് എന്ത് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 14 × 10 എന്ന് വെച്ചാൽ 10നെ 14 ടൈംസ് എഴുതുന്നതാണ് 14 × 10. അതിൽ നിന്ന് 6 × 10 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, അതായത് 10നെ 6 പ്രാവശ്യം എഴുതിയത് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ, 6 10കളെ നമ്മൾ ഇതിൽ നിന്ന് നീക്കിക്കളയുന്നു. 14 പ്രാവശ്യം 10കൾ എഴുതിയതിൽ നിന്ന് 6 പ്രാവശ്യം എഴുതി 6 10കളെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് കളയുന്നു. അതിൻ്റെ അർത്ഥം എന്താ, 14 ടൈംസിൽ നിന്ന് 6 ടൈംസ് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു. എന്തിനെയാണ് സബ്ട്രാക്റ്റ് ചെയ്തേ, 10കളെ. അപ്പോൾ ഇതിനെ നമുക്ക് 14 - 6 × 10 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മൾ 14 × 10 - 6 × 10നെ എങ്ങനെ എഴുതി, 14 - 6 × 10 എന്ന് എഴുതി. ഇതിനെ നമുക്ക് തിരിച്ച് വേണമെങ്കിലും എഴുതാം. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇത് റൈറ്റ് ഹാൻഡ് സൈഡുമാണ്. ഇതിനെ തിരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതുന്നു. 14 - 6 × 10 = ഇതിനെ RHSലും കൊണ്ടുവന്ന് എഴുതുന്നു. 14 × 10 - 6 × 10. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി ക്യാൻ ബി നൈസ്ലി സംഡ് അപ്പ് ആസ് ഫോളോസ്. എങ്ങനെയാണ്, ദ മൾട്ടിപ്പിൾ ഓഫ് എ സം ഓർ ഡിഫറൻസ് ഈസ് the same as the sum of the multiples. ഇനി അടുത്തത് tinker the terms. Let us understand what happen when we change the numbers occurring in a product. ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, given 53 × 18 = 954. Find out 63 × 18. അപ്പോൾ നമുക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്. 53 × 18 എന്ന് പറഞ്ഞാൽ 954 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് 63 × 18 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 63 × 18 നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത് 53 × 18 ആണ് അല്ലേ. അപ്പോൾ ഈ 63 × 18 നമുക്ക് എങ്ങനെ എഴുതാം, 63യെ നമുക്ക് 53 + 10 എന്ന് എഴുതാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 53 + 10 എന്ന് എഴുതി ഇൻറ്റു 18. അപ്പോൾ 53 + 10 × 18 എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമ്മൾ മുകളിൽ കണ്ടു. ഇതേപോലത്തെ ഒരെണ്ണം നമ്മൾ മുകളിൽ കണ്ടു അല്ലേ. എന്താ ഇത് വരിക, 18
53 ടൈംസ് വരും. അപ്പോൾ 53 ഇൻറ്റു 18 പ്ലസ് ഇനി 18 10 ടൈംസ് വരും. 10 ഇൻറ്റു 18. ഇതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. അത് നമ്മൾ മുകളിൽ നമ്മൾ രണ്ടെണ്ണം അതേപോലത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. 10 പ്ലസ് 3 ഇൻറ്റു 98നെ എങ്ങനെ എഴുതി? 10 ഇൻറ്റു 98 പ്ലസ് 3 ഇൻറ്റു 98 ഇങ്ങനെ നമ്മൾ എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 53 പ്ലസ് 10 ഇൻറ്റു 18നെ എങ്ങനെ എഴുതാം? 53 ഇൻറ്റു 18 പ്ലസ് 10 ഇൻറ്റു 18 എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് 53 ഇൻറ്റു 18 എന്താണ്? 954 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 53 ഇൻറ്റു 18ൻ്റെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? 954 എഴുതാം. പ്ലസ് 10 ഇൻറ്റു 18 ഈസ് 180. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1134 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് ഇവിടെയുള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. ഇനി അടുത്തത് ഫൈൻഡ് ആൻ എഫക്റ്റീവ് വേ ഓഫ് ഇവാലുവേറ്റിംഗ് 97 ഇൻറ്റു 25. അപ്പോൾ 97 ഇൻറ്റു 25നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതായത് ഇതിനെ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണേ നമുക്ക് ഇച്ചിരി ടഫായിരിക്കും. അപ്പോൾ നമ്മൾ 97 എങ്ങനെ എഴുതും? 97 എന്ന് പറയുന്നത് 100 മൈനസ് 3 ആണ് 97 ഇൻറ്റു 25. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ മീനിങ് എന്താണ്? 100 ടൈംസ് 25 ആൻഡ് 3 ടൈംസ് 25. 100 ടൈംസ് 25ൽ നിന്ന് 3 ടൈംസ് 25 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വരിക? 100 ഇൻറ്റു 25 മൈനസ് 3 ഇൻറ്റു 25. 100 ഇൻറ്റു 25 ഈസ് 2500 മൈനസ് 25 ഇൻറ്റു 3 ഈസ് 75. ഓക്കെ. അപ്പോൾ ഈ എക്സ്പ്രഷനെ എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം? ഏത് വേയിൽ? 97 ഇൻറ്റു 25നെ നമുക്ക് 100 ഇൻറ്റു 25 മൈനസ് 3 ഇൻറ്റു 25 എന്ന് എഴുതാം. എങ്ങനെയാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം 97നെ 100 മൈനസ് 3 ഇൻറ്റു 25 എന്ന് എഴുതുന്നു. അടുത്തത് ഫൈൻഡ് ദിസ് വാല്യൂ, യൂസ് ദിസ് മെത്തേഡ് ടു ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 95 ഇൻറ്റു 8. അപ്പോൾ 95നെ നമുക്ക് എങ്ങനെ എഴുതാം? 95നെ നമുക്ക് 100 മൈനസ് 5 എന്ന് എഴുതാം. 100ൽ നിന്ന് 5 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ് 95 ഇൻറ്റു 8. ഇതിൻ്റെ മീനിങ് എന്താണ്? 100 ടൈംസ് 8ൽ നിന്ന് 5 ടൈംസ് 8 സബ്ട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 8, 100 ടൈംസ് 8ൽ നിന്ന് 5 ടൈംസ് 8 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. എന്ത് വരും? 100 ഇൻറ്റു 8 ഈസ് 800 മൈനസ് 8 5s are 40 ഈസ് ഈക്വൽ ടു 760 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണല്ലോ ചെയ്യാൻ. ഇനി അടുത്തത് 104 ഇൻറ്റു 15. അപ്പോൾ ഈ 104നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു 15. ഇതിൻ്റെ അർത്ഥം എന്താണ്? 100 ടൈംസ് 15ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? 4 ടൈംസ് 15 ആഡ് ചെയ്യുന്നു. ഇതെന്ത് വരും? 100 ഇൻറ്റു 15 എന്ത് വരും? എളുപ്പമാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ. 15 എഴുതിയിട്ട് ഈ 100ന് എത്ര 0 ഉണ്ടോ അതിവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1500 എന്ന് കിട്ടി. പ്ലസ് ഇനി 15 ഇൻറ്റു 4. 15 ഇൻറ്റു 4 എത്രയാണ്? 60. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1560 എന്ന് കിട്ടും. ഇനി അടുത്തത് 49 ഇൻറ്റു 50. 49 ഇൻറ്റു 50 നമുക്ക് എങ്ങനെ എഴുതാം? 49നെ നമുക്ക് 50 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ. 49നെ 50 മൈനസ് 1 എന്ന് എഴുതാം ഇൻറ്റു 50. ഇതിൻ്റെ അർത്ഥം എന്താണ്? 50 ടൈംസ് 50ൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്യുന്നു? 1 ടൈം 50 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 50 ഇൻറ്റു 50 എന്ത് വരും? 5 5s are 25. ഇനി ഈയിലുള്ള 2 സീറോസും കൂടെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? 5 5s are 25 ചെയ്യുന്നു. എന്നിട്ട് 2 0 ഇവിടെ ഉണ്ട്, അതിവിടെ ഇട്ട് കൊടുക്കുന്നു. മൈനസ് 50 എന്ത് വരും? 2500ൽ നിന്ന് 50 സബ്ട്രാക്റ്റ് ചെയ്താൽ 2450
50 എന്ന് കിട്ടും. ഈസ് ദിസ് ക്വിക്കർ ദാൻ ദ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ യു യൂസ് ജനറലി? അതായത് നിങ്ങൾ ജനറലി യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ നിന്ന് ഇത് എളുപ്പമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമാണല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. യെസ്, ദിസ് പ്രൊസീജിയർ ഈസ് ക്വിക്കർ ദാൻ ദി ജനറൽ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.